സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയം തന്നെയാണ് രേണുവും കിച്ചുവും സുധിയുമെല്ലാം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കിച്ചു മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് കിച്ചുവിൻ്റെ പേരിൽ കേസുണ്ടെന്ന് ഒരു യൂട്യൂബറായ ഷെഫീന ബീവി വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കിച്ചുവിൻ്റെ അമ്മയ്ക്ക് ശേഷം രേണുവുമായുള്ള വിവാഹത്തിന് മുൻപ് കൊല്ലം സുധി മറ്റൊരു വിവാഹം ചെയ്തിരുന്നു എന്ന വാർത്തകളും വിവാദങ്ങളും ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് തന്നെയാണ് കിച്ചുവിനെതിരെയുള്ള പ്രശ്നങ്ങളും വന്നത്. അതുപോലെ തന്നെ വീണയും രംഗത്ത് വന്നു, സുധിയുടെ മുൻ ഭാര്യയാണെന്ന് പറഞ്ഞു. അതിനിപ്പോൾ ഈ ഒരു വിവാദങ്ങൾക്കെല്ലാം തന്നെ ഒരു വ്യക്തത നൽകിയിരിക്കുകയാണ് മകൻ രാഹുൽ ദാസ് എന്ന കിച്ചു. അച്ഛൻ രണ്ടാം വിവാഹം നടന്നിരുന്നു എന്നത് സത്യമാണ്. അവർ തമ്മിൽ എന്നും വഴക്കായിരുന്നു. പിന്നെ അത് അവർ രണ്ടുപേരും സംസാരിച്ച് ഒഴിവാക്കിയതാണ്. ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല സത്യം. അച്ഛനൊപ്പം വീണ ദാമ്പത്യ ജീവിതം നയിച്ച സമയമായിരുന്നു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം കാലഘട്ടമെന്നും ഞാൻ സുധിക്കുട്ട എന്നാണ് അച്ഛനെ വിളിച്ചിരുന്നത്, അങ്ങനെ പോലും വിളിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ആ സമയത്ത് എത്തിയിരുന്നുവെന്നും കിച്ചു വെളിപ്പെടുത്തുന്നു. വീണ എന്ന സ്ത്രീയുമായുള്ള ഡിവോഴ്സിന് കാരണം രേണു അമ്മയല്ല, പൈസയും മറ്റുമൊക്കെയായിരുന്നു അവരുടെ പ്രശ്നം. പക്ഷേ അവർ ഇപ്പോൾ വന്ന് പറയുമ്പോൾ അവർ നല്ലയാളും അച്ഛൻ തെറ്റ് എന്ന രീതിയിലുമാണ് പറയുന്നത്. കഥയെല്ലാം കൊല്ലത്തുള്ളവർക്കും അറിയാം. വീണ എന്ന സ്ത്രീയെ അച്ഛൻ വിവാഹം കഴിച്ചപ്പോഴും ഞാൻ അച്ഛൻ്റെ അമ്മയ്ക്കും ബന്ധുക്കൾക്കും ഒപ്പമായിരുന്നു. അത്രയും നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ കാര്യം മനസ്സിലാകും. ഞാൻ 1ൽ പഠിക്കുമ്പോഴായിരുന്നു അച്ഛൻ്റെ രണ്ടാം വിവാഹം. അവർ എപ്പോഴും അടിയായിരുന്നു. അതേസമയം തന്നെ കേസ് കൊടുക്കാൻ പോവുകയാണെന്ന് ഫിറോസ്ക എന്നോട് പറഞ്ഞു. പക്ഷേ പരമാവധി ഞാൻ പറഞ്ഞു നോക്കി വേണ്ടെന്ന്. പിന്നെ നമുക്കൊരു കാര്യം പറയാനല്ലേ പറ്റൂ, രേണു അമ്മ അല്ല ഒന്നിനും കാരണം. അത് പാവം കുറേ വീഡിയോ ഇടുന്നു എന്നതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല എന്നാണ് കിച്ചു വീഡിയോയിൽ പറയുന്നത്.